അങ്ങനെയല്ല, കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വിഭാഗം പോകാൻ പാടില്ല. ഇപ്പോൾ വി എം സുധീരനൊക്കെ ശക്തിയായ രീതിയിലുള്ള നിലപാട്, അദ്ദേഹം പോകണോ എന്നുള്ളതിനും ഉത്തരം പറയാൻ മാത്രമല്ല ചെയ്തത്, എന്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം ഈ വർഗീയ പ്രചാരവേലക്ക് 2024 ഇത് ജനുവരി കഴിഞ്ഞാൽ ഉടനെ ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് ഇലക്ഷൻ ആകുമ്പോൾ ആ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയ മുദ്രാവാക്യമാണിത് എന്നും തിരിച്ചറിയുന്ന മതനിരപേക്ഷവാദികൾ ശക്തിയായിട്ട് ഈ നിലപാടിനെ എതിർത്തിട്ടുണ്ട്. അത് കോൺഗ്രസിലുമുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാർ നിലപാടിലൂടെ ഉണ്ടായത്. ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പണിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല. അത് ഭരണഘടനാപരവുമല്ല, അതേപോലെ സുപ്രീം കോടതിയുടെ വിധിക്ക് അനുകൂലവുമല്ല. ഓരോ വിശ്വാസിക്കും അവരുടേതായ മതത്തിലും മറ്റ് വിശ്വാസ പ്രമാണങ്ങളിലും ഉറച്ചു നിൽക്കാൻ അവകാശമുണ്ട്. ക്ഷേത്രാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ്. അത്തരം ആരാധന ഏത് വ്യക്തി, ഏത് ജാതി, ഏത് മതം, ഏത് വിഭാഗം എന്നൊന്നും പരിഗണിക്കാതെ തന്നെ അവരുടെ ജനാധിപത്യ അവകാശമായിട്ടാണ് CPIM അതിനെ കാണുന്നത്. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIM പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ഇവിടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പള്ളി തറക്കുകയും അതിൻ്റെ സ്ഥാനത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയുമാണ് ചെയ്തത്. പറയുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ പറയാമെങ്കിലും സംഭവം അതാണ്. അപ്പോൾ വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നയമാണ് RSS BJP സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാമക്ഷേത്ര യഥാർത്ഥത്തിൽ പണി പൂർത്തിയായിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളത് 2025 അവസാനത്തിലാണ് അതിൻ്റെ പണി പൂർത്തിയാകുന്നത് എന്നാണ്. അപ്പോൾ 2024 ജനുവരിയുടെ പ്രത്യേകത എന്താ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ഇതിനെ ഇന്ത്യയിലുടനീളം വോട്ടർമാർക്കിടയിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. അത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കലർത്തി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഇതിൻ്റെ ക്ഷണം വന്ന ആ സന്ദർഭത്തിൽ തന്നെ ക്ഷണിക്കാൻ വന്നവരോട് തന്നെ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന് അത്തരം നയസമീപനത്തിൽ ഉറച്ചു നിൽക്കാനാവുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കോൺഗ്രസ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് കഴിയുന്നില്ലെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള 5 സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ള സംഭവവികാസത്തെയും നമ്മൾ കാണേണ്ടത്. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം സൃഷ്ടിക്കുന്നതിന്
സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസ് ആണെന്ന അവകാശവാദം കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ അന്ന് ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. ഹനുമാന്റെ ആരാധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവർ വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ തീവ്ര വർഗീയ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ബദലായി അതിനെ പരാജയപ്പെടുത്താനുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മൃദു ഹിന്ദുത്വ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാനാവില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഈ ഹിന്ദുത്വ സമീപനത്തെ മധ്യപ്രദേശിലെ ജനത യഥാർത്ഥത്തിൽ തള്ളിക്കളയാണ് ചെയ്തത്. ഗുജറാത്ത് മുമ്പ് തന്നെ BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ നേരിടുന്നതിന് മൃദു ഹിന്ദുത്വ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ തകർന്നു പോയ കാര്യം ഗുജറാത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. 50%-ലധികം വോട്ട് BJPക്ക് ലഭിക്കുന്ന ഏക സംസ്ഥാനമായിട്ട് മാറിയതും ഈ ഒരു കോൺഗ്രസിൻ്റെ ദുർബലതയിൽ നിന്നാണ്. ഓരോ സംസ്ഥാനത്തിലെയും BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ടല്ലാതെ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ മതനിരപേക്ഷ ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിന് യഥാർത്ഥത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഓരോന്നും, ഏതെങ്കിലും ഒരു പാർട്ടി എന്ന രീതിയിലല്ല, ഓരോന്നും യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPയുടെ അജണ്ടയെ, അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയെ, മതധ്രുവീകരണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാനും BJP ഉയർത്തുന്ന വർഗീയ ധ്രുവീകരണ മുദ്രാവാക്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കോൺഗ്രസ് വളരെ ശരിയായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് തയ്യാറാവണം എന്ന് തന്നെയാണ് BJPയെ പരാജയപ്പെടുത്താനാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവെ ചിന്തിക്കുന്നത്. വിദേശ നയത്തിൻ്റെ കാര്യത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ത്യ ഇപ്പോഴും തുടർന്നു വരുന്ന നിലപാടുകൾക്ക് പൂർണ്ണമായ പിന്തുണ, അല്ലെങ്കിൽ അതേ നിലപാട് തന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ മതനിരപേക്ഷതയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിദേശ നയത്തിൻ്റെ കാര്യത്തിലുള്ള ഇന്ത്യയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ട് നിൽക്കുന്ന നിലപാടിലേക്ക് ഇന്ത്യൻ വിദേശ നയത്തെ എത്തിക്കുന്നതിന് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സൃഷ്ടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഇതേ കാര്യം ആവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി എന്ന് മാത്രമല്ല, ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ദീർഘകാലമായി ഇന്ത്യ തുടർന്നു വരുന്ന പാലസ്തീൻ അനുകൂല നിലപാട് കൈയൊഴിയുകയും ചെയ്യുന്ന അതിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്.